അവിടെ ശമ്പളം തന്നില്ല. ആരാണ് കൂട്ടിക്കൊണ്ടുപോയത്? വിളിച്ചുകൊണ്ടുപോയത്? എങ്ങനെ ജോലിക്ക് എങ്ങനെ പോകാൻ കാരണം? ടോട്ടൽ 5 പേരുണ്ടായി. 5 പേരില് അവരെല്ലാം പോയി. ശമ്പളം ഒന്നും തന്നില്ല. കുറെ 18 പേരുണ്ടായി. ശമ്പളം എന്താണ് അവിടെ തൊഴിൽ സ്ഥലത്ത് എന്തായിരുന്നു അവസ്ഥ, അനുഭവം? ഭക്ഷണമില്ല, കുട്ടി പണിക്കിട്ട് കൊണ്ടുപോയതാ. അവിടെ പോയിട്ട് നമുക്ക് ശമ്പളം കൊടുക്കില്ല, ഭക്ഷണമില്ല, വേണം. എത്ര കാലം അവിടെ താമസിക്കേണ്ടത്? ഞാൻ 1 വർഷം, പിന്നെ 1 വർഷം. 1 വർഷമായിട്ട് ഇങ്ങനെ ശമ്പളമില്ലാതെ ജോലി ചെയ്യണം. എന്തായിരുന്നു അവിടെ പണി? എന്തായിരുന്നു? ഇഞ്ചിന്റെ പണിയെടുത്തു. ഈ 18 പേർക്ക് 1 വർഷമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. അതില് 3 വർഷം പണിയെടുത്തവരുണ്ട്, 4 വർഷം പണിയെടുത്തവരുണ്ട്. പൈസ ഒന്നുമില്ല. അവിടുത്തെ താമസമൊക്കെ എങ്ങനെയായിരുന്നു? താമസമൊക്കെ ഉണ്ടോ? ഷെഡാണ്. എന്നിട്ട് അതില് എന്തില്ല, ഭക്ഷണം കൊടുക്കൂ. രാവിലെ കൊടുത്താൽ പിന്നെ വൈകുന്നേരം. ഉച്ചക്ക് അത് ഉണ്ടാകില്ല. കുടിക്കാൻ എന്തൊരു സൗകര്യം ഇല്ല. അറിയിക്കാൻ ഒരു ഫോണും നമുക്ക് തരില്ല. സംസാരിക്കാൻ ഫോൺ തരില്ല. ഞങ്ങൾ രാവിലെ ഒരു ഷെഡ് ഉണ്ട്, അതിൽ കൂട്ടിയിട്ട് അവർ പോകും. പുറത്തേക്ക് വിടില്ല. അതേ രാവിലെ വന്നിട്ട് 6 മണി വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോകും. പണി ഇറക്കിയിട്ട് വരുമ്പോൾ 8 മണിയെല്ലാം ആവും. ഞങ്ങൾക്ക് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു, മലയാളം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത് വന്നിട്ട് കാറിൽ വന്നിട്ട് ഇത് ജോലിക്ക് വരുന്നെന്ന് പറഞ്ഞു. ഞങ്ങൾ 5 പേരാളുണ്ട്. അവര് പറഞ്ഞ് എന്ത് ഈ കാപ്പി തോട്ടത്തിൽ നിന്ന് പറഞ്ഞത്. അത് ആൾക്കെത്തിട്ട് ഇഞ്ചിന്റെ പണിയെടുക്കാം. ഫസ്റ്റ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം. 700 പറഞ്ഞു. ഭക്ഷണമുണ്ട്, പിന്നെ എല്ലാ സൗകര്യം തരാം. അവരുടെ പേരെന്താ? അവിടുത്തെ ഞങ്ങളുടെ അടുത്ത് നിന്ന് 5 പേര് പോയത്. പിന്നെ കേരളത്തെ എല്ലാം പോയി. മലയാളുണ്ടായി. ഇങ്ങോട്ടാണ്, പാലക്കാട്. അവര് നേരത്തെ രക്ഷപ്പെട്ടോ? അവര് രക്ഷപ്പെട്ടല്ല, അവർ ഞങ്ങൾ മുന്നേ പോയത്. മുങ്ങിയല്ല. എങ്ങനെ പുറത്തിറങ്ങി? നിങ്ങൾക്ക് രക്ഷപ്പെടാനൊക്കെ പറ്റി? എങ്ങനെയാ രക്ഷപ്പെട്ടൊരു കന്നഡയുടെ അമ്മ കംപ്ലൈന്റ് കൊടുത്തു. ആ കംപ്ലൈന്റ് കൊടുത്തിട്ട് വന്നു. അയാള് രക്ഷപ്പെട്ടിരുന്നു നേരത്തെ. അയാൾ മുമ്പ് ഒരാൾ ഉണ്ടായിരുന്നു. രക്ഷപ്പെട്ട് പോയിട്ട് ഒരു അമ്മേൻ്റെ പോയിട്ട് പറഞ്ഞു, എൻ്റെ മോനെ പുറത്തേക്ക് വിടുന്നില്ല. പിന്നെ അമ്മ പോയിട്ട് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ, നിങ്ങളെ യുവർ സേഫ്റ്റി സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അവർ പോലീസ് സ്റ്റേഷൻ അവരെന്നെ നോക്കിയത്, ഞങ്ങളല്ല, പോലീസുകാർ തന്നെ നോക്കിയത്. അവിടെ ഒരു ഹോസ്റ്റലിലുണ്ടായി. ഹോസ്റ്റലിൽ നിന്ന് എല്ലാം സൗകര്യം, ഭക്ഷണം എന്ത് വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് തന്നുണ്ടായിരുന്നു. 18 പേരെ വിട്ടയച്ചു. 18 പേരിൽ ഇപ്പോ 3 പേര് അവിടെ ഉണ്ട്. ബാക്കി എല്ലാവരും അയച്ചു. അതിനു മുമ്പ് നാട്ടിൽ എന്തായിരുന്നു ജോലി? ഇവിടെ പോകുന്നതിന് മുമ്പ് തേപ്പിന്റെ പണി. എത്ര മലയാളികളുണ്ട് നിങ്ങൾ കൂടെ? എത്ര മലയാളികളുണ്ട് അവിടെ? നിങ്ങൾ പോയ 2 പേരുണ്ട്. നിങ്ങൾ കൂടെ വേറെ വേറെ 2 പേര്. വേറെ 2 പേരും കൂടി? അല്ല 3 പേരെ മൊത്തം മലയാളികൾ? തുളു കന്നഡ. നിങ്ങളൊരാള്, പിന്നെ ഒരാളാണ് പാലക്കാട്. ആളെ പേര് അനിൽ. പാലക്കാട് എവിടെയാന്ന് അറിയോ? ഏടെന്നറിയാം. മൊത്തം എത്ര പേരുണ്ടായിരുന്നത്? മൊത്തം 18 ഈ 18 പേരില്ലേ നിങ്ങൾ 1 വർഷം താമസിച്ചു? മലയാളി എത്ര ആൾ താമസിച്ചു? മറ്റു മലയാളി എത്ര ആൾ താമസിച്ചു? അവർ 3 വർഷം. 3 വർഷം, 3 വർഷം, 4 വർഷം, 2 വർഷം എല്ലായിടത്തും. പിന്നെ എവിടുന്നൊക്കെയുള്ള ആളുകളാണുള്ളത്? അങ്ങോട്ടുള്ള അങ്ങോട്ടുള്ള. ഈ നിങ്ങളെ കൊണ്ടുപോയ ആളുകളൊക്കെ കർണാടകക്കാരാണ്? കന്നഡ, തുളു എല്ലാം പറയുന്നത്. മംഗലാപുരത്ത് നിന്ന് കൊണ്ടുപോയി ഹാസന. നമ്മളെ ജോലി എടുക്കുന്നത് ചെക്കനഹള്ളി. അവിടെ നിങ്ങളെ ജോലി സ്ഥലത്ത് ഈ താമസിക്കുന്ന സ്ഥലത്തും ജോലി സ്ഥലം അടുത്ത് തന്നെയാണ്? അടുത്തടുത്താണ്? അപ്പൊ അവരെങ്ങനെ കൊണ്ടുപോകും? വണ്ടി പോകും, പിക്കപ്പ്. ജോലി കഴിഞ്ഞ് തിരിച്ചു മുറിയിൽ കൂട്ടി വൈകുന്നേരം ആകുമ്പോൾ അത് കൂട്ടി രാവിലെ 6 മണിക്ക് പോയി. രാവിലെ വന്നിട്ട് പിക്കപ്പിൽ
അതുവരെ പൂട്ടിയിടും വാതില്. അത് ഈ പിക്കപ്പിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക അങ്ങനെ ഒന്നും ചെയ്യുകയും ചെയ്തില്ല ആൾക്കാരും? ഇല്ല ഒരു യാത്രയുണ്ട് അപ്പൊ ആ സമയത്ത് നിർത്താൻ അങ്ങനെ രക്ഷപ്പെടാനുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ലേ? ഇല്ല അങ്ങനെയൊന്നും ഇല്ല. പണീൻ്റെ അടുത്ത് പോയി പണീൻ്റെ അടുത്ത് പിന്നെ ഒരുത്തൻ തല്ലും. പണി ജോലി ചെയ്തില്ലെങ്കിൽ അവൻ തല്ലും. രക്ഷപ്പെടാൻ ശ്രമിച്ചാലും തന്നെ തല്ലും. അതായത് നിങ്ങൾ പണി ചെയ്ത് നോക്കാൻ ആളുണ്ട്, ഒരാൾ നോക്കുന്നുണ്ട്. അവര് ഫാമിലി അടക്കമുള്ളൂ. ഫാമിലി അടക്കമുണ്ട്. ഫാമിലി അടക്കമില്ലെങ്കിൽ 3 പേര്, ഒരു പാർട്ട്ണർ, അളിയനും പിന്നെ അളിയൻ ഒരു പെണ്ണ് വീട്ടുകാർ വാങ്ങാൻ കഷ്ടത്തിന് വിളിച്ച് ചാടും. കഷ്ടത്തിന് ശരിക്കും തരില്ല. അടിക്കോ? ഭക്ഷണം തരില്ല. കഷ്ടം തരില്ല. രാവിലെ എന്താ ഭക്ഷണം കിട്ടാറ്? ആവശ്യം ചോറുണ്ട്. രാവിലെ എന്തില്ല. രാവിലെ പോയാല് 6 മണിക്ക് പോയാലും വേറും പറ്റുന്ന പണി. എന്നിട്ട് വേറെന്തില്ല. പിന്നെ വന്നാല് 1 മണിക്ക് ചോറ്. 1 മണിക്ക് വന്നാലേ വന്നില്ലേ. പിന്നെ പിന്നെ രാത്രി രാത്രി അതെ 7 മണിക്ക് തരും. എന്ത്? ആ 7 മണിക്ക് ചോറാണ്. കറിയൊക്കെയോ? കറി അവര് ടൊമാറ്റോ സാറാക്കും. വേറെ കറി അപ്പൊ ഇത്രയും 1 വർഷമായിട്ട് ഈ ചോറും കറിയും മാത്രമാണ് ഈ രാവിലെ വൈകുന്നേരം കഴിച്ചോണ്ടിരുന്നത്? വേറെന്തില്ല. രാവിലെ ഉച്ചക്കോ? ഉച്ചക്ക് അത് തന്നെ ഈ 3 നേരം ആക്കുന്നത് സാമ്പാറിലാണ് കഴിക്കാം. ഒരു ദിവസം വെച്ചാൽ സാമ്പാർ 3 ദിവസം കഴിക്കും. അത് കോയാലിട്ട് സാമ്പാർ ഈ ടൊമാറ്റോ സാറ് അപ്പൊ അതാരെ വെക്കുന്നത്? ആ വീട്ടുകാരൻ അവരാക്കി തരും. നിങ്ങളുടെ വയസ്സ് എത്രയാ വന്നില്ലേ? എൻ്റെ വയസ്സ് എൻ്റെ 37. 36 വയസ്സിൽ പോയി 37 വയസ്സിൽ തിരിച്ചു വന്നു. നിങ്ങൾ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ലേ? നിങ്ങൾ 18 പേരുണ്ടല്ലോ, അപ്പൊ എല്ലാവരും കൂടെ ഒരുമിച്ച് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയില്ലേ? നമുക്കറിവില്ലായിരുന്നു ഇങ്ങനെ സംഭവം. അതല്ല, നിങ്ങളിപ്പം ബുദ്ധിമുട്ടല്ലേ, അപ്പൊ ഭക്ഷണം ഇല്ല, ശമ്പളം ഇല്ല, അപ്പൊ നിങ്ങൾ ഞങ്ങൾ രക്ഷപ്പെടാൻ നോക്കി. രക്ഷപ്പെടാനും രാത്രി പോലെ അവർ അവിടെ തന്നെ നിൽക്കുന്നു, കാവൽ നിൽക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വിടില്ല, ഇങ്ങോട്ട് പോകാൻ വിടില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.